എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ നെക്സ്റ്റ് ഗിയറിൽ പോകുന്നറിയാം. അതായത് നമ്മുടെ ഡ്യൂക്സനാലിൻ്റെ ഷോപ്പില്ലേ പാരിപ്പല്ലിലുള്ള കുട്ടിയം, അവിടെ വരെ പോകാനായിട്ട് പോവാണ്. അതായത് നമ്മുടെ ഈ ഒരു RCBയുടെ ബ്രേക്ക് സിസ്റ്റം ഇല്ലേ, ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മളത് റെഡിയാക്കാനായിട്ടാണ് പോകാൻ പോകുന്നത്. കറക്റ്റേ നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ. എന്തോന്നടേ ഇത്, ആംബുലൻസ് വരെ ഓരോ ട്രാപ്പായി കിടക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ KSRTC അപ്പുറത്തെ വഴി കുത്തി കയറ്റിക്കൊണ്ട് വന്നു. വെരി ഗുഡ്. നമ്മൾ വേറൊരു ഷോർട്ട് കട്ട് വഴി പോവാണ് കേട്ടോ. ഗൈസ്, രാവിലെ തന്നെ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് കേട്ടോ. സാധാരണ ഇവിടെ ട്രാഫിക് വരാത്ത എന്താ പറ്റിയെന്നൊരു ഐഡിയ ഇല്ല. ഏതോ കിളിപ്പണി തന്നെയാണ്. ലവ് സൈലല്ലേ ഗൈസ്, കിളി തൂറി ഗൈസ്. ഇത് കണ്ടോ, ഇതാണ് പ്രശ്നം, സ്പോഞ്ചി ഫീലിംഗ്. പക്ഷേ നേരത്തേൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എന്നാലും ഇങ്ങനല്ലേ ഈ സാധനം മറക്കേണ്ടെന്ന്, പിടിക്കുമ്പോൾ തൊടുന്നെടുത്തിരിക്കേണ്ടെന്ന്. ഇങ്ങനല്ല ഇതിന്റെ ബ്രേക്കിന്റെ ഫൈറ്റ് എന്ന് വെച്ചാ പിടിക്കാൻ സുഖമായിരിക്കും, പക്ഷെ പിടിക്കുമ്പോ അപ്പൊ തന്നെ നിൽക്കണം. അപ്പൊ തന്നെ പറയാ, മറ്റേത് അങ്ങനെ ആയിരുന്നു, സഡൻ ആയിട്ടായിരുന്നു നിൽക്കുന്നത്. എന്നുവെച്ചാൽ നിൽക്കും, സ്പോഞ്ചി ഫീൽ അല്ലേ. ഞാൻ ഒരു വട്ടം പിടിച്ചിട്ട് ഞാനാണെങ്കിൽ ടാങ്കിൻ്റെ അവിടെ ഒരു ഫ്രണ്ടിൽ പോയ ഒരു സിറ്റി ഹോണ്ട സിറ്റി ബ്രേക്ക് പിടിച്ചു, ഒരു പിടി പിടിച്ച് ഇത് പിടിച്ച സമയത്ത് ഞാൻ കയറി ഇവിടെ വന്നിരിക്കും. ശരിക്കും ഇവിടെ അതൊക്കെ തട്ടിയില്ല ആയിട്ട്. ഇതെനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് എപ്പോഴും എവിടെയെങ്കിലും ഇതാക്കാൻ കൊടുക്കും, അതിനകത്തുനിന്ന് ഇറങ്ങി കാണും. എന്നുവെച്ചാൽ ഇവിടെയൊക്കെ കണ്ടോ പെയിന്റ് പോയിരിക്കുന്നു. ഇത് ഞാൻ വേറെ ഒരു വണ്ടിയുടെ കണ്ടില്ല, കണ്ണാടി വെക്കുന്ന തന്നെ മൗണ്ട് ഫിറ്റ് ചെയ്യണ്ടായിരുന്നു, അങ്ങനെ സെറ്റ് ചെയ്ത. ഈ സാധനം വെക്കുമ്പോൾ നമ്മുടെ ഈ മൗണ്ട് പറ്റത്തില്ല. അതിന് പുതിയ ബോൾട്ടും ഇത് മേടിക്കണം, ഇതൊക്കെ തീർച്ചയായിട്ടും കളറ് എടുക്കാതിരുന്നാലും പണിയാ, എടുക്കാതിരുന്നാൽ മൊത്തം നാശിക്കും. കൊണ്ടുവന്ന് നോക്കിയേ, അടിപൊളി. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ ഷോപ്പിലെത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടാ. ചന്ത ഒരു പരിപാടി. അപ്പോൾ ഇന്നലെ വിളിച്ചായിരുന്നു മറ്റേ RCBൻ്റെ മാസ്റ്റർ സിലിണ്ടർ ചേഞ്ച് ചെയ്യാനേ. ആ മറ്റേ സ്റ്റോറി ഇട്ടില്ലായിരുന്നു ഒരു അതത്. ഇപ്പം ഇതാണ് കേട്ടോ സാധനം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1000 രൂപയൊക്കെ എടുത്തു തരും. നമ്മൾ എടുത്തിരിക്കുന്ന 17 mm. ഇവിടെ വന്നപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കണ്ട്, 1.7 ലിറ്ററിൻ്റെ മോട്ടോറിൻ്റെ ഓയിൽ. ഇത് സാധാരണ ഞാൻ ഷോറൂമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇവിടെ പക്ഷേ 1.7 ഇരിക്കുന്നത്. ഇതാകുമ്പോൾ ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചാൽ മതി. സാധാരണ 1 ലിറ്ററിൻ്റെ 2 ബോട്ടിൽ വാങ്ങിച്ചിട്ടാണ് നമ്മൾ അളന്നൊഴിക്കുന്നത്. ഇത് ഒരെണ്ണം വാങ്ങിച്ചാലോ എന്ന് ആലോചന ഇല്ല. ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇതാണ് സാധനം അതിനകത്തിരിക്കുന്നത്. ഈ സെൻ്ററിൽ കൂടെ രക്ഷയില്ലാത്ത മഴ. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പഴയ കംപ്ലൈൻ്റ് ആയിട്ടുള്ള MC കിറ്റ്. മിക്കവാറും ഇതിന് തേയ്മാനം വല്ലതും ഒന്നായിരിക്കും കംപ്ലൈൻ്റ് ആയത്. ഗ്രീസാ ഫ്ലൂയിഡ് സീനാ കേട്ടോ.
പെയിൻറ്റിലെങ്ങാനും പറ്റിയ അവിടുത്തെ പെയിൻറ്റ് മൊത്തത്തിൽ പോകും. ഗൈസ് ഞങ്ങളതിനെ അതിസൂക്ഷ്മമായി ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എവിടെയാണ് ഇതിൻ്റെ പെയിൻറ്റ് കണ്ടുപിടിക്കുക. ഇപ്പം നമ്മുടെ ബ്രേക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ആ സാധനത്തിൻ്റെ പ്രശ്നം തന്നെയായിരുന്നു, ഇപ്പോൾ പക്കയായിട്ടുണ്ട്. കണ്ടോ വ്യത്യാസം കണ്ടോ? അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെല്ലടിക്കാം. കറക്റ്റ് എത്ര ആയി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ അവിടുന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. ഇപ്പം കൊല്ലത്താണ് നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, ഭയങ്കര ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അതുകൊണ്ട് ഗോപ്രോ ഒന്നും എടുത്ത് ഹെൽമെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഒരിടത്ത് കയറിയിരിക്കുകയാണ്, നല്ല കാറ്റുണ്ട്. അപ്പം നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻറ്റ്സ് എല്ലാം റിസോൾവ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുറകെ ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി കേട്ടോ. ഇപ്പോൾ സമയം 7 മണി എങ്ങാണ്ടാറാകുന്നു. അപ്പം നമ്മുടെ എന്താ ഫോക്കസ് ആകത്തെ. അപ്പം നമ്മുടെ ബ്രേക്ക് എന്തായാലും സെറ്റാക്കിയിട്ടുണ്ട്. പുതിയ ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി എടുത്താണ്. ഇനി ഇപ്പോൾ ഇതിൻ്റെ ഒരു റൈഡ് റിവ്യൂ, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും മൈൻഡപ്പ് ചെയ്യാനുള്ളത്. ഞങ്ങൾ ക്ഷീണിച്ച് അടപ്പിളയി പോയി കിടന്ന് എല്ലാം കഴിക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കുടിക്കണം. ഇതുവരേക്കും ബൈ.